ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. നിൻ്റെ ഇന്നത്തെ ദിവസത്തിൽ ഈശോയുടെ ശക്തമായ ഇടപെടൽ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പലരും, പ്രത്യേകിച്ച് പ്രമുഖരായിട്ടുള്ള പലരും, പുരോഹിതർ, ഫരീസേയർ, നിയമജ്ഞർ, സദൂക്കായർ, പലരും ഈശോയെ സംശയിക്കുന്നുണ്ട്. മനസ്സിലാക്കാതെ പോയ ഒരു അവസ്ഥ. ഈശോ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനം, ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം, എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ഈശോയുടെ നേരെ ഉയർന്ന പല ആരോപണങ്ങളിൽ, അല്ലെങ്കിൽ ഈശോയെക്കുറിച്ചുള്ള പല സംശയങ്ങളും ഒരു സംശയമാണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ക്രിസ്തു എവിടെ നിന്ന് നമുക്കറിയാം. ഈ വന്നിരിക്കുന്ന യേശു, ക്രിസ്തു എന്ന് പറയപ്പെടുന്ന യേശു. പക്ഷേ ക്രിസ്തു വരുമ്പോൾ വചനം പറയും എവിടെ നിന്ന് വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇവൻ ക്രിസ്തു ആയിരിക്കാൻ സാധ്യതയില്ല എന്നവർ പറയുക. അവരുടെ അറിവിൻ്റെ പരിമിതിക്കിടയിൽ, അവരുടെ വായനയുടെ പരിമിതിക്കിടയിൽ, അവരുടെ ചിന്താരീതികളുടെ പരിമിതിക്കിടയിൽ ക്രിസ്തുവിനെ തളച്ചിടുവാനായിട്ട്, അതിനുള്ളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. പക്ഷെ അവർക്ക് തെറ്റുപറ്റുന്നു. പ്രിയ സഹോദര സഹോദരി, ഈശോയെക്കുറിച്ച് നിനക്ക് ഒത്തിരി അറിയാം. വചനം വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, പ്രസംഗം കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിൻ്റെ അറിവിൻ്റെ തലത്തിൽ നിന്നല്ല, നിൻ്റെ ചിന്താരീതിയുടെ തലത്തിൽ നിന്നല്ല നീ ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത്. ദൈവിക കാര്യങ്ങൾക്കനുസരിച്ച് നിൻ്റെ ഹൃദയത്തെ ഉയർത്തിയിട്ട് ദൈവത്തോട് പ്രാർത്ഥനാ രീതിയിൽ ഇരുന്നിട്ട് വചനത്തെ ആത്മാർത്ഥമായിട്ട് ധ്യാനിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രേരണകളുടെ ഉള്ളിൽ നിന്നായിരിക്കണം നീ ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത്. നിൻ്റേതായ ലോകത്തെ നീ മാറ്റിവെക്കണം. ക്രിസ്തുവിൻ്റെതായ ലോകത്തിന് നീ ചെവി തുറക്കണം, കണ്ണ് തുറക്കണം, ഹൃദയം തുറക്കണം. അവിടെ നീ ക്രിസ്തുവിനെ തിരിച്ചറിയും. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്നെ തിരിച്ചറിയാൻ പറ്റാതെ പോയവരെ കുറിച്ചാണല്ലോ ഞങ്ങൾ കേട്ടത്. ഈശോ, നിന്നെ ആഴത്തിൽ അനുഭവിക്കാനും തിരിച്ചറിയുവാനുമായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും ഇയാൾക്ക് നീ സംരക്ഷണം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.